ഹലോ എവ്രി വൺ, ഞാൻ ദീപ്തി ആൻഡ് വെൽക്കം ടു ഡീസ് ഡേയ്സ്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇറ്റലിയിലേക്കാണ്. സോ ഞങ്ങൾ ഒരു 3 days ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഐ തോട്ട് ഒരു വീഡിയോയിൽ എല്ലാതും കൂടി കവർ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. സോ ഹിയർ ഐ പ്രസൻറ്റ് മൈ ഫസ്റ്റ് ടൈം എവർ 3 episode സീരീസ് ഓഫ് ഇറ്റലി ട്രിപ്പ്. സോ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 8:30 in the morning ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ലേക്ക് കോമോ, സ്പെസിഫിക്കലി ബെല്ലാജിയോ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആക്ച്വലി ലേക്ക് കോമോ പ്രോപ്പർലി ഇറ്റലിയിലാണ്, പക്ഷേ സ്വിസ് ആൻഡ് ഇറ്റലി അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊരു അപ്കമിങ് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആൻഡ് രൺവീർ ദീപികയുടെ കല്യാണം കഴിഞ്ഞ സ്ഥലം കൂടിയാണത്. ഇവിടെ കുറേ വില്ലേജസ് ഉണ്ട്, മെനാജിയോ, വെരന, ബെല്ലാജിയോ. ഇവിടെ കുറേ കാസൽസും ഉണ്ട്. എല്ലാതും കൂടി കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ബെല്ലാജിയോ കാണാൻ പോവാന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരു 4 hours ജേർണി ഉണ്ട് ടു ബെല്ലാജിയോ. വഴിയിലൊരു ഫോക്സ് ടൗൺ വരും, ടിച്ചിനോയിൽ. അത് ഇവിടുത്തെ ബ്രാൻഡ് ഹോൾസെയിൽ ഔട്ട്ലെറ്റ് ആണ്. അതിൻ്റെ വീഡിയോ വേറൊരു ദിവസം ആക്കാം. മേ ബി ഇന്ത്യയിലേക്ക് പോണതിൻ്റെ മുന്നേ നമുക്കത് പ്ലാൻ ചെയ്യാം. അങ്ങനെ നമ്മൾ കോമോ എത്തി. സ്വിസ് നിന്ന് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം കോമോ ക്രോസ് ചെയ്തിട്ട് വേണം ബെല്ലാജിയോ പോവാൻ. കോമോനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബെല്ലാജിയോ ആയതുകൊണ്ട് ഞങ്ങൾ കോമോയിൽ ഹോൾഡ് ചെയ്തില്ല, ഡയറക്റ്റ്ലി ബെല്ലാജിയോ പോയി. ബൈ ദ വേ അവിടേക്ക് ഗവൺമെൻറ് ഷിപ്പും അവൈലബിൾ ആണ്. അതിൽ കാറിൽ ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പെർ പേഴ്സൺ നോർമൽ ടിക്കറ്റ് എടുത്തിട്ടും പോവാം. ഇതാണ് ബെല്ലാജിയോ ടൗൺ. നാരോ വഴികൾ, ഭംഗിയുള്ള വീടുകൾ, റൂട്ട് തന്നെ അടിപൊളി വൈബാ. നമ്മൾ അങ്ങനെ ബെല്ലാജിയോ സെന്റർ എത്താറായി. ഇവിടെ ഷിപ്പ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ പബ്ലിക് പാർക്കിംഗ് ഉണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ചു. വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ബെല്ലാജിയോ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എല്ലാത്തിൻ്റെയും കട ഉണ്ട്. സാൻഡ്വിച്ച് ഷോപ്പ് മുതൽ ലെതർ ബെൽറ്റ് വരെ, ക്യാപ്സ്, ഹാറ്റ്സ്.
ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ്. ഇവിടുന്ന് കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസും റീൽസും കാണാം. കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലേ. ഇവിടെ ഈ കാണുന്ന വില്ലയിൽ പ്രീ വെഡിങ് ഷൂട്ട്സ്, വെഡിങ് ഷൂട്ട്സ് ഒക്കെ അലൗഡ് ആണ്. ഈ ഷിപ്പിലാണ് നമുക്ക് നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. കാർ ഇല്ലെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലൊരു ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. സൈഡിൽ കൂടെ നടന്നിട്ട് നല്ല ജെലാട്ടോ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബെല്ലാജിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് മിലാൻ. ബെല്ലാജിയോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് മിലാൻ ഒരു കമേഴ്ഷ്യൽ ഹബ്ബാണ് ഇറ്റലിയുടെ. മോഡേൺ ബിൽഡിങ്സ്, ഫാഷൻ ഹബ്സ്, ഡിസൈനർ സെന്റേഴ്സ് പ്ലസ് ഏൻഷ്യന്റ് ആർക്കിടെക്ചർ, വേൾഡ് ഫേമസ് ആർട്ട് എല്ലാതും ഒരു സിറ്റിയിൽ പാക്ക് ചെയ്ത എങ്ങനെ ഇരിക്കും, അതാണ് മിലാൻ. ഞങ്ങൾ പാർക്കിംഗ് തപ്പി കുറേ അലഞ്ഞു. ഇപ്പോൾ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് സെന്റർ ആണ് ദുമോ ദി മിലാനോ കാത്തഡ്രൽ. നമ്മളിപ്പോൾ അവിടേക്കാണ് നടന്നു പോണത്. ഇത് 16th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ കാത്തഡ്രൽ ആണ്. ഇതിന്റെ ടോപ്പിൽ ഒരു ഗോൾഡൻ സ്റ്റാച്യു ഉണ്ട് മദർ മാരിയുടെ. അവർ ഇതിനെ മഡോണിന എന്നാ വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു മിലാനീസ്,
ഇപ്പോഴും ഒരു ബിൽഡിംഗ് ആ മെഡോണിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവാൻ പാടില്ല. ഇൻ കേസ് ഏതെങ്കിലും മോഡേൺ ബിൽഡിംഗ് അതിനേക്കാൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ ഒരു കോപ്പി ഓഫ് മെഡോണിന കമ്പൽസറിയാണ്. കാത്തഡ്രലിൻ്റെ ലെഫ്റ്റിൽ കാണുന്നതാണ് ദ ഗാലറി വിക്ടോറിയ ഇമ്മാനുവൽ 2. ഇതാണ് വേൾഡ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോപ്പിംഗ് മാൾസ്. ഇവിടെ ഇല്ലാത്ത ഒരു ലക്ഷറി ബ്രാൻഡുമില്ല. സോ ക്ലാസി ആൻഡ് ഷീക്ക്. ഇവിടെ ഒരു ഫണ്ണി ട്രഡീഷൻ ഉണ്ട്. ആ കാണുന്ന ബുല്ലിൻ്റെ ഡിസൈനിൻ്റെ സെൻറ്ററിൽ കാല് വെച്ച് 3 times സ്പിൻ ചെയ്താൽ നമുക്ക് ഗുഡ് ലക്ക് വരും. അതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. വെറുതെ ചുറ്റി കറങ്ങുമ്പോൾ ഞങ്ങളൊരു ലേഡി നല്ല ഭംഗിയായ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നത് കണ്ടു. അത് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായി. നെക്സ്റ്റ് ലൊക്കേഷൻ, നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.